ഇത്രയും ധൃതി പിടിച്ച് ഈ തോണ്ടി തോണ്ടി എങ്ങോട്ടാണ് നിങ്ങൾ ഈ പോകുന്നത്? ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് എൻ്റെ ചാനലുകളൊന്ന് കയറി കാണണേ, എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത, ഞാൻ ഇതുവരെയായിട്ട് മനസ്സിൽ വിചാരിച്ചിട്ടില്ല, ഇനി നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല, ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായല്ലേ? അതെ, ഞാൻ പപ്പടം ഉപയോഗിച്ച് ഒരു ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കാൻ പോകും. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അതിനകത്ത് ഉരുളക്കിഴങ്ങ് മസ്റ്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഞാൻ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അത് വേവിച്ചെടുക്കുക. എന്നിട്ട് അതൊന്ന് ഉടച്ചെടുക്കണം. ഇനി ചെയ്യേണ്ടത് ഒരു സിമ്പിളായിട്ടുള്ളൊരു മസാല തയ്യാറാക്കാൻ വേണ്ടിയാണ്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ പെരിഞ്ജീരകമുണ്ട്, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കരിഞ്ഞു പോകാൻ പാടില്ല. എന്നിട്ട് അതിലേക്ക് കുറച്ച് 1-2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വളരെ വളരെ സിമ്പിളാണ്. നമ്മൾ നേരത്തെ മാഷ് ചെയ്ത് വെച്ച് നമ്മൾ ഇടിച്ച് ചതച്ച് നുറുക്കി വെച്ചിരുന്ന നമ്മുടെ പൊട്ടറ്റോസ്, നമ്മുടെ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുത്ത് ആ മസാലകളെല്ലാം കൂടെ അതിലൊന്ന് പിടിച്ച്, ഇനി ഉരുളക്കിഴങ്ങിൽ ആ പൊടിച്ച് വെച്ച സമയത്ത് എന്തെങ്കിലും വെള്ളം എവിടെന്തെങ്കിലും വന്ന് വീണിട്ടുണ്ടെങ്കിൽ ആ വെള്ളം കൂടെ ഒന്ന് വറ്റിച്ചെടുത്താൽ നമ്മുടെ മിക്സ് ഇവിടെ തയ്യാറായി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ പപ്പടം വെച്ചുള്ള ഫ്രഞ്ച് ഫ്രൈസ് അല്ലേ തയ്യാറാക്കാൻ പോകുന്നത്, എല്ലാവർക്കും അറിയാം. ഇനി ഒരു പപ്പടം എടുക്കുക, എന്നിട്ട് ഞാൻ ഈ കട്ട് ചെയ്യുന്നത് പോലെ ഈ അരിവും 4 സൈഡും ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി കട്ട് ചെയ്തെടുത്ത് അത് കളയാൻ വേണ്ടിയല്ല, അത് നമുക്ക് വറുത്ത് തിന്നങ്ങാൻ പപ്പടം തോരൻ വെക്കാനായിട്ട് ആ കട്ട് ചെയ്ത ബാക്കി പീസ് വെച്ചേക്കാണ്. എന്നിട്ട് നടുക്കൂടെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതാണ് ഇത്രയും കുറച്ച് പപ്പടം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ പപ്പടത്തിന് ഓരോ പീസും എടുത്ത് വെള്ളത്തിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 തവണ മറിച്ചും തിരിച്ചു വിട്ട് എടുക്കുക. അപ്പോൾ അതിന് നല്ലോണം ഒട്ടിപ്പിടിച്ചിരിക്കും. നമുക്ക് ഈ മിക്സ് അതിനകത്ത് വെച്ചിട്ട് വേണമല്ലോ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ആക്കി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ആ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു സംഭവം ഇതിനകത്ത് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ചുരുട്ടിയെടുത്ത് കൈകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഒട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ ആക്കിയെടുക്കുക. ഇപ്പോൾ കാണുമ്പോഴൊക്കെ ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒക്കെ ലുക്കൊക്കെ ഇല്ലേ, ഇതേപോലെ ആക്കി കിട്ടും. അപ്പോൾ ഇതേപോലെ കുറേ എണ്ണം ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി നമ്മളിത് നല്ല വെളിച്ചെണ്ണയിൽ നിന്നും വറുത്ത് കോരുക മാത്രമാണ് ചെയ്യേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്നായി കിട്ടും, കാരണം ഉള്ളിലുള്ള നമ്മുടെ മിക്സ് എന്ന് പറയുന്നത് ഓൾറെഡി വെന്തിരിക്കുന്നതാണ്. ഇനി പപ്പടം ഒന്ന് പൊങ്ങി വന്നാൽ മാത്രം മതി. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് ഇത് നമുക്ക് വാങ്ങാവുന്നതാണ്. ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള പപ്പടം ഫ്രഞ്ച് ഫ്രൈസ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി ഇതെല്ലാം വറുത്ത് കോരി എടുത്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ചെയ്യുന്നൊരു പരിപാടി എന്ന് വെച്ചാൽ, കുറച്ച് മുളക് പൊടിയും കൂടെ അതിനകത്ത് ഇട്ടിട്ട് ഒന്ന് എന്ന് വെച്ചാൽ എല്ലായിടത്തും ഒന്ന് കുടഞ്ഞ് എടുക്കണം. മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു, ഞാൻ പറയുന്ന രീതി എന്തോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. പിന്നെ ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ അതല്ലാതെയോ കഴിക്കാവുന്നതാണ്. നല്ല സൂപ്പറാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനിയാണ് മെയിൻ കാര്യം, ഇവള് കൊള്ളാമെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.